ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഇന്നും വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 176.65 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്. 23,462.50 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഒരു മിനിറ്റാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. $23,480 ഒരു സപ്പോർട്ട് ലെവലാണ്, ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതിന് താഴെയാണ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസസ് ഒക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നോക്കാം. യെസ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നല്ലൊരു പുട്ട് ഓപ്ഷൻ. Wait. ഒരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. ഒരു സപ്പോർട്ട് ലെവൽ ഓൾറെഡി വന്നിട്ടുണ്ട്, 23,420 ലെവൽ. ഓപ്പണിംഗ് ഫസ്റ്റ് മിനിറ്റിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത്. പുട്ട് ഓപ്ഷനിലൊരു ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. $176.65 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നലെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു ലോസ് ഡേ ആയിരുന്നു, ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ഡൗൺഫോൾ ഇന്നലെ വന്നിരുന്നെങ്കിൽ, ഓപ്പണിങ്ങിൽ തന്നെ വന്നിരുന്നെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇന്നലെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷമാണ് ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു അപ്പ് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ലോസ് ബെയർ ചെയ്തു. അതിനുശേഷം നമ്മൾ കോൾ ഓപ്ഷൻ എടുത്തെങ്കിലും അതിലും നമുക്ക് ആ ഒരു പുൾ ബാക്ക് ബെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് ഇന്നലത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. അതിനുശേഷം കൂടുതൽ ട്രേഡ്സ് ഒന്നും ഉണ്ടായിരുന്നെങ്കിലും ചെയ്യാൻ ശ്രമിച്ചില്ല.
കോൾ ഓപ്ഷനിലൊരു ഓപ്പൺ ഹൈ ആണ് വന്നിട്ടുള്ളത് 23,700, 23,650 കോൾ ഓപ്ഷൻ. മാർക്കറ്റ് ഇപ്പോൾ 23,450 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 23,480 ആൻഡ് 420 ലെവൽസിനിടയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കോൾ ഓപ്ഷൻ ഡേ ലോയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓപ്പൺ ഹൈ ആണ് കോൾ ഓപ്ഷൻ 23,650, 700 ലെവൽസ്. എന്തായാലും പുട്ട് ഓപ്ഷനിലൊരു എൻട്രി ഉണ്ട്. നമുക്കതൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം എടുക്കാം. ഇപ്പോൾ ഡേയിലോ ഒന്നൊരു ബൈയിങ് പ്രഷറാണ് സ്പോട്ടിൽ വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് 5 മിനിറ്റ്സ് റേഞ്ചിൽ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് നല്ല എൻട്രീസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സപ്പോർട്ട് ലെവലിൽ നിന്നൊരു ബൈയിങ് പ്രഷറാണ് പ്രീവിയസ് ക്യാൻഡിൽ വന്നിട്ടുള്ളത്. ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തു. ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ മാത്രമേ കോൾ ഓപ്ഷൻ എൻട്രി ഉള്ളൂ.
ഫസ്റ്റ് 5 മിനിറ്റ്സ് റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം എൻട്രീസ് പ്ലാൻ ചെയ്യാം. പുട്ട് ഓപ്ഷനിലെ മൊമെൻറ്റം വരികയാണെങ്കിൽ മാത്രം നമുക്ക് എൻ്റർ ചെയ്യാം. അതാണ് ഇപ്പോഴുള്ളൊരു പ്ലാൻ. ഓക്കെ, നമുക്ക് ഒരു സപ്പോർട്ട് ലെവലാണ്, ഹയർ ലോ ആണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ട് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നൊരു എൻട്രി നമുക്ക് എടുക്കാം. ഇത് ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു എൻട്രി എടുക്കാം. ഓക്കെ, പുട്ട് ഓപ്ഷൻ 106 നമ്മൾ ഒരു ലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ആവറേജ് പ്രൈസ് 106.50. നമുക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്. നമ്പർ ഓഫ് ലോട്ട്സ് നമുക്ക് അത് ഗ്രാജുവലി ആഡ് ചെയ്യാം. പിന്നെ ഒരു ബ്രേക്കൗട്ട് 110 ലെവൽ ബ്രേക്കൗട്ടാണ് നമുക്ക് വേണ്ടത് ഫസ്റ്റ്. വൺസ് അത് ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ വലിയ മൊമെൻറ്റം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി അത് വരികയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലോട്ടോട് കൂടി തന്നെ ഇതിൻ്റെ ലോസ് ബെയർ ചെയ്ത് എക്സിറ്റ് ചെയ്യാം. നമ്മൾ കോസ്റ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. റിസ്കി എൻട്രീസിൽ നമുക്ക് കൂടുതൽ ലോട്ട്സ് ആഡ് ചെയ്യണമെന്നില്ല. വൺസ് ഇത് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഹയർ ലെവൽസ് ആണെങ്കിലും കുഴപ്പമില്ല. വൺസ് മൊമെൻറ്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ഹയർ ലെവൽസ് ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. നമുക്കെപ്പോഴും ഹയർ ലെവൽസിൽ നിന്ന് ആഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കുറവും ലോവർ ലെവൽസിൽ നിന്ന് കോൺഫിഡൻസ് കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് റിസ്ക് വന്നു കഴിഞ്ഞാൽ ഹയർ ലെവൽസിൽ നിന്ന് നമുക്ക് പിന്നെയും എക്സിറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഒരു റീടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ലോവർ ലെവൽസിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് പോകുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം കൂടിയാണ്.
നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമ്മളൊരു ലോട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് 1 ലോട്ട്. ആ ഒരു 1 ലോട്ടിന് തന്നെ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഈ ഒരു ട്രേഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. $110, അതുപോലെ തന്നെ 115, പിന്നെ 130 ലെവൽസിലേക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 23,355 ലെവലാണ് സ്പോട്ടിൽ വരേണ്ട ഒരു സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ഡേ ലോ എന്ന് പറയുന്നത്, നിഫ്റ്റി ഇതുവരെ വന്നിട്ടുള്ള ഡേ ലോ 23,415.25 ആണ്. അപ്പോൾ അതിനർത്ഥം ഇനിയും ഒരു 80ഓളം പോയിൻറ്റ്സ്, 50+ പോയിൻറ്റ്സ് അല്ലെങ്കിൽ 50 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺഫോൾ വരാനുണ്ട്. അപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഡേ ലോ ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ടാർഗറ്റ് ഡേ ലോ ആയിരിക്കും. വൺസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബിഗ് മൊമെൻറ്റം വരും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. 120 ലെവലാണ്, 110, അതുപോലെ തന്നെ 120, 130 ലെവൽ. യെസ്, നമുക്ക് നമ്മുടെ ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. ബട്ട് ലോട്ട് സൈസ് കുറവായതുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റ്സ് നമ്പേഴ്സ് കുറച്ച് കുറവായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത 110 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും ഒരു മൊമെൻ്റാണ് വരേണ്ടത്. വൺസ് ഇത് മൊമെൻറ്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാം, ഒരു പ്രോബ്ലമില്ല. ഇനി നമ്മൾ നോക്കുന്ന ലെവൽ 120 ആണ്. പേഷ്യൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളത് ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എനിക്ക് അത് ഒരു ടെക്നിക്കലി നമുക്ക് ഇതിൻ്റെ ബെറ്റർ പ്രൈസിലെടുക്കാൻ പോസിബിൾ അല്ല. മേ ബി നമുക്ക് ചുമ്മാ അങ്ങ് എടുക്കുകയാണെങ്കിൽ ലോവർ ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലോവർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ അങ്ങ് ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോവർ പ്രൈസ് ഈവൻ ഡേ ലോയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ടെക്നിക്കലി സ്പീക്കിംഗ് നമുക്ക് ആ ഒരു ലെവലിൽ എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് പോസിബിൾ പ്രൈസാണ്. മേ ബി ഒരു 2 to 5 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. എന്നാലും ബെസ്റ്റ് പോസിബിൾ പ്രൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് 120 ലെവലാണ്. കറക്റ്റ് ആ ഒരു ലെവൽസ് വരുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെ ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വെയിറ്റ് ചെയ്യാം, 1 ലോട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ഡേ ലോയിലേക്ക് വന്നിട്ടുണ്ട് കോൾ ഓപ്ഷൻ. അത് ബ്രേക്ക് ചെയ്യണം. അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഡേ ലോ സ്പോട്ട് ലെവലിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ സ്പോട്ട് ചാർട്ട് കാണിക്കാം. ഓൾമോസ്റ്റ് ഡേ ലോയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 420, 415 ഓക്കെ, ഇപ്പോൾ ഒരു മൊമെൻറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാടിക്കയറി ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ അതും ഡിസ്കസ് ചെയ്യാൻ കഴിയട്ടെ. വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് അനാവശ്യമായിട്ട് 4-5 ലോട്ട്സ് ആഡ് ചെയ്യുന്നത് കുറച്ച് ക്രിട്ടിക്കലായിരിക്കും. ഇനി നമുക്ക് ആഡ് ചെയ്യാം. 120 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ 130 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ക്വാണ്ടിറ്റീസ്, നമുക്ക് പറ്റുന്നത്ര ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ പറ്റുന്ന ലെവൽസൊക്കെ വരും മാർക്കറ്റിൽ. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ഈസിലി അത് 120 ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്യുമോ നോക്കാം. നമുക്ക് കോൾ ഓപ്ഷൻ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 120 ലെവൽ കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കപ്പിൾ ഓഫ് എൻട്രീസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. യെസ്, 120 വെരി ഗുഡ് മൊമെൻറ്റം. ഇപ്പോൾ ഡേ ലോ കോൾ ഓപ്ഷനിൽ ബ്രേക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് 120 ലെവൽ ബ്രേക്ക് ചെയ്തു. ഗുഡ്. നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി കൂടെ കൊടുക്കാം. യെസ്, നമ്മുടെ ആവറേജ് പ്രൈസ് 115 ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഹയർ ലെവൽസ് നിന്ന് എടുക്കാമെന്ന് നമ്മൾ എടുത്തു. 122 എടുത്തിട്ടുള്ളത്.
നോ പ്രോബ്ലം. നമുക്ക് 135 ആണ് ഡേ ഹൈ, 132 ആണ് ഡേ ഹൈ. 132 വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 32 വരാനും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ ന്യൂ ഡേ ലോ ഫോം ചെയ്തിട്ടുണ്ട്. 355 ലെവൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. നമുക്ക് അറിയാവുന്നൊരു കാര്യം കൂടിയാണ് ഈ ഒരു സപ്പോർട്ട് ലെവൽ എത്രയാണ് വരാൻ പോകുന്നത്. നമ്മുടെ ലെവൽസ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവൽസ് ഉണ്ട്. 350 ലെവൽ നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഡേ ലോ വന്നിട്ടുള്ളത് 394.05 ആണ്. 23,394.05. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. മൊമെൻറ്റം വരുന്നുണ്ട്. ആ ഒരു പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ ഡയറക്ഷനിൽ വരുമെന്ന് അറിഞ്ഞാലും ചാടിക്കയറി ഒരുപാട് ലോട്ട്സ് എടുത്ത് കുറേ പൈസ ഉണ്ടാക്കി കളയാമെന്നൊന്നും വിചാരിക്കരുത്. ഡിസിപ്ലിനോടുകൂടി ചെയ്യുക. ഇന്നലെ നമ്മൾ ആ ഒരു ഡിസിപ്ലിനോടുകൂടി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇനീഷ്യലി നമുക്ക് എടുത്ത എൻട്രീസ് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ അത് നമ്മൾ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. യെസ്, ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നോ, യെസ്, അത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആഡ് ചെയ്യാം. യെസ്, നമ്മുടെ ആവറേജ് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 106 നിന്ന് നമുക്ക് 114, നൗ ഇറ്റ്സ് 117 ആണ്. നമ്മൾ 130 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേ ഹൈ പുട്ട് ഓപ്ഷനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പേ ഒരു പുൾ ബാക്ക് വന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇത്രയും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ മതി. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റിവേഴ്സൽ ചാൻസസ് ഉണ്ട്. പക്ഷേ വരുന്നതിന് മുമ്പേ ഒരു പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് വളരെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് അനദർ അഡീഷൻ പോസിബിൾ ആണ്. യെസ്, അത് നമുക്ക് ആഡ് ചെയ്യാം. യെസ്, അത് ആഡ് ചെയ്തു. എഗെയിൻ നമ്മുടെ 119ലേക്ക് എത്തിയിട്ടുണ്ട്. ആവറേജ് പ്രൈസ് ഹയർ ലെവൽസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 4 ലോട്ട് ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ 4 ലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ പ്രോഫിറ്റ്സ് കിട്ടുമായിരിക്കും. പക്ഷേ ഇത്രയും റിക്കവർ ചെയ്ത് വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് 130+ ആണ്. 140 അല്ലെങ്കിൽ 45 ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. 45 വരെ വരാൻ ചാൻസ് ഉണ്ട്. ആസ് ഓഫ് നൗ 1500 അറൗണ്ട് ആണ് നമ്മുടെ പ്രോഫിറ്റ്. 1300. ഇനി ഇതൊന്നൊരു ബ്രേക്ക് ഔട്ട്. നമ്മുടെ 355 ലെവൽ മറക്കരുത്. ആ ഒരു ലെവലിലാണ് ഞാനിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ ഒരു പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് എക്സാക്റ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അനലൈസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുക, ആ ലെവലിൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഒരു റിവേഴ്സൽ സൈന് ഓൾറെഡി വന്നിട്ടുണ്ട് പുട്ട് ഓപ്ഷനിൽ, അല്ലെങ്കിൽ പുൾ ബാക്ക് സൈന്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ടിൽ സുന്ദരമായിട്ട് ബുക്ക് ചെയ്യാം. 145 ലെവലാണ് ഞാൻ ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഇനി ഫർദർ ആഡ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി 4 ലോട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇറ്റ്സ് 128. ഇനിയൊരു സ്പൈക്കാണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് ഒരു സ്പൈക്ക് ടുവേർഡ്സ് 140-45 അത്രയും നമുക്ക് ടാർഗറ്റ് ചെയ്യാം. 2.2K പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഇറ്റ്സ് 130. നമ്മൾ 110 പറഞ്ഞിരുന്നു, 120 പറഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ 130 പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് 130 വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത സമയത്ത് തന്നെ നമ്മുടെ ടാർഗറ്റ്സ് ആയിരുന്നു 110, 20 and 30. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഡേ ഹൈ ലെവൽ 132.55 ആണ്. അത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. 145 വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ന്യൂ ഡേ ഹൈ വന്നിട്ടുണ്ട് 133. ഓക്കെ,
145 ആണ് നമുക്ക് വേണ്ടത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ 145. വെയിറ്റ് ചെയ്യൂ, പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ലെവൽ ഡേലോ 364 വന്നിട്ടുണ്ട്. 364 ആണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് 350 ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഡേ ഹൈ 139.95 ആണ്. 39.95 ഓൾമോസ്റ്റ് 140-45 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. വെയിറ്റ് ചെയ്യാം. നമ്മളൊരു 3K പ്രോഫിറ്റിലാണ്. ഓക്കെ, ഇനിയാണൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് പോലെ നമുക്കൊരു 10-20 പോയിൻറ്റ്സ് ചിലപ്പോൾ ഈവൻ 50 പോയിൻറ്റ്സ് വരെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂടാൻ നമ്മൾ സഹായിക്കുക. എഗെയിൻസ്റ്റ് വരികയാണെങ്കിലും നമുക്ക് ഇതേ സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും നമ്മളത് മാനേജ് ചെയ്യേണ്ടി വരും. അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മളൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓക്കെ, നമ്മുടെ ഒരു റിവേഴ്സൽ സൈൻസ് കൂടുതൽ ക്ലാരിറ്റി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 145 ടാർഗറ്റ് ചെയ്യാം. 145, 140 ബ്രേക്ക് ചെയ്യട്ടെ. യെസ്, 135, യെസ്, 36, ഗുഡ്, 37, ഗുഡ്, 45 ആണ് നമുക്ക് വേണ്ടത്. ഡേ ഹൈ 140 ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം എന്തായാലും. യെസ്, ഇറ്റ്സ് 140 ഡേ ഹൈ. ഓക്കെ, $141. കമോൺ, $140 അറൗണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പുൾ ബാക്കിന് ചാൻസ് ഉണ്ട്. നമുക്ക് 145 വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഡേ ലോ വന്നിട്ടുള്ളത് 355 വന്നു കഴിഞ്ഞു ഓൾറെഡി. നമുക്ക് നോക്കാം. 3.8K 4K പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും റിസ്ക് ഉണ്ട്. ഇത് ഒരു നേക്കഡ് ഓപ്ഷനാണ്, അതുകൊണ്ട് തന്നെ റിസ്ക് ഡെഫിനറ്റായിട്ടുണ്ട്. റിസ്ക് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നേക്കഡ് പൊസിഷൻ നമ്മൾ ബുക്ക് ചെയ്യുന്നത് വരെ റിസ്ക്കാണ്. മേ ബി അത് നമ്മുടെ കോസ്റ്റിലേക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട്. ബ്രേക്ക് ഔട്ട് ആയാൽ 150 ബ്രേക്ക് 150 145 ബ്രേക്ക് ചെയ്ത് 150 ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരാൻ ചാൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എഗെയിൻസ്റ്റും അതുപോലെ വരാൻ ചാൻസ് ഉണ്ട് ഡേ ഹൈ വന്ന സ്ഥിതിക്ക്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് 145 ആണ്, 350 ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമുക്ക് നോക്കാം. എന്തായാലും ചിലപ്പോൾ കൂടുതൽ സമയമെടുത്തേക്കാം. ഇപ്പോൾ ഈ ഒരു ലെവലിൽ ബുക്ക് ചെയ്തതിന് ശേഷം റീ എൻട്രി ചെയ്യുന്നതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി കുറച്ച് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. ഈ 2 ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. $145 ഒരു സ്റ്റോപ്പ് ലോസ് റിവിഷൻ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ $42 41 വന്നു കഴിഞ്ഞു. $42 ഗുഡ്. $42 എന്തായാലും നമുക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം. നമ്മൾ ഒരു 138.90 സ്ക്വയർ ഓഫ് ആയത്. കുഴപ്പമില്ല. എന്തായാലും ആ ഒരു ട്രേഡ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നല്ലൊരു ട്രേഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡേലോ എന്നൊരു ബൈയിങ് പ്രഷർ വന്നു. അത് ഡേ ഹൈന്ന് റീടെസ്റ്റ് ചെയ്തു. ഡേ ഹൈന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ബുക്ക് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, ഇന്നത്തെ ഇതുവരെയുള്ള ഡേ ലോ നോക്കിയാൽ മനസ്സിലാവും. 350 വന്നു കഴിഞ്ഞു. 23,350 വന്നു കഴിഞ്ഞാൽ മേ ബി അവിടെ നിന്നൊരു പുൾ ബാക്ക് വരും. എന്തായാലും 145 ലെവൽ എന്തായാലും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ 145 ലെവൽ വരാനും അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാനും ചാൻസസ് ഉണ്ടെങ്കിലും 350 നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. 23,350 ലെവൽ നമ്മൾ നേരത്തെ മുതൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡേ ലോ നമുക്കിവിടെ കാണാം. 23,350 വന്നു കഴിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷൻ ബുക്ക് ചെയ്തത്. 5K പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ട്രേഡ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി സപ്പോർട്ട് ലെവൽ വന്നു കഴിഞ്ഞു. ഇത് ബ്രേക്ക് ചെയ്ത് മൊമെൻറ്റം വരുമോ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡ്സ് എടുക്കാം. അപ്പോൾ എന്തായാലും ആസ് ഓഫ് നൗ നമ്മൾ 5K പ്രോഫിറ്റിലാണ്. നല്ല പ്രോഫിറ്റ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി. ഇപ്പോൾ ഡേ ഹൈ 144.85 145 വന്നു കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ കാണാം. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ.